ജാലകം ടിവിയുടെ എന്റെ മണ്ഡലം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തുന്ന ഈ വേനൽ ചൂടിൽ അതിനേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് ചൂടുമായി സമകാലിക രാഷ്ട്രീയം എത്തി നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ തിരക്കിലാണ്. ഇന്ന് നമ്മളോടൊപ്പം എന്റെ മണ്ഡലം പരിപാടിയിൽ പങ്കെടുക്കുന്നത് കേരള നിയമസഭയിലെ ഏറ്റവും മികച്ച നവാഗത സാമാജികനുള്ള അവാർഡ് നേടിയ മാവേലിക്കര മണ്ഡലത്തിന്റെ വികസന മുന്നേറ്റത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായ സൗമ്യതയുടെ പര്യായമായ നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ MS അരുൺകുമാർ സാറാണ്. ആദരണീയനായ MLA ജാലകം ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ജാലകം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇതോടൊപ്പം എൻ്റെ മണ്ഡലം എന്ന ഈ പരിപാടിക്കും എൻ്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുക. മാവേലിക്കര മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ പൂർത്തീകരിച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളിലും താങ്കൾ സംതൃപ്തനാണോ? അത് ഒരു വല്ലാത്ത ചോദ്യമാണ്. സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സംതൃപ്തിയുണ്ട്. കാരണം 5 വർഷമാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഗവൺമെന്റ് 10 വർഷമാണ്. ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ ഭാഗമായി മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവൃത്തികൾ ഏതാണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമാണ്. സംതൃപ്തിയുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരും ഒന്നും ചെയ്തില്ല എന്ന് പറയില്ല. കാരണം അത്രത്തോളം നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട്, അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ 1200 1600 ഇടയ്ക്ക് സംഖ്യയിലുള്ള അത്രയും വികസനം നമ്മുടെ നാടിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യത്യസ്ത മേഖലകളിൽ തീർച്ചയായും പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സാർ തന്നെ പറഞ്ഞു. മാവേലിക്കര മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? പ്രത്യേകിച്ച് നമ്മുടെ മാവേലിക്കര ജില്ലാ ഹോസ്പിറ്റലിന്റെ വികസന പദ്ധതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയെ കുറിച്ച് മാത്രമാണോ അതോ മണ്ഡലത്തിലെ? അല്ല, നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത സമയത്ത് നടന്ന ഒരു തീർച്ചയായിട്ടും മാവേലിക്കര ജില്ലാ ആശുപത്രി നമ്മുടെ ഒരു രാജഭരണകാലത്ത് തുടങ്ങിയ ആശുപത്രിയാണ്. ഏതാണ്ട് 1889 അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. എന്നാലും രാജഭരണകാലത്ത് തുടങ്ങിയ ആശുപത്രിയാണ്. ആശുപത്രി ഇപ്പോൾ അതാണ് 132 കോടി രൂപയുടെ ഒരു 7 നില കെട്ടിടം, അതാണ്ട് 7 ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സജ്ജീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാവേലിക്കരയിലെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കിഫ്ബി 132 കോടി രൂപയാണ് ഈ ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടി നമുക്ക് അനുവദിച്ചത്. നമ്മൾ ഈ ഒരു ചാനലിന്റെ ഭാഗമായിട്ടിരുന്ന് പറയുമ്പോഴും അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. കിഫ്ബി വേണ്ട എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ കിഫ്ബി ഉള്ളത് കൊണ്ടാണ് വലിയ മാറ്റം നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ. എന്തുകൊണ്ടാണ് ആശുപത്രി വികസിക്കാത്തതെന്ന് ചോദിച്ചാൽ, ആശുപത്രി വികസിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഉണ്ടാകണം. ഡോക്ടർമാര് മാത്രം വന്നിരുന്നൊരു കാര്യമില്ല. നമുക്കതിനെ ചികിത്സിക്കാൻ കഴിയുന്ന മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ആദ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ 82 പേരെയാണ് അവിടെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്നത്. പക്ഷെ ആശുപത്രി പൂർണ്ണ സജ്ജമാകുന്നതോടുകൂടി ഇപ്പൊ OP ബ്ലോക്ക് മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ആശുപത്രി പൂർണ്ണ സജ്ജമാകുന്നതോടുകൂടി 500-ലധികം ആളുകൾക്ക് കിടത്തി ചികിത്സയ്ക്ക് വഴിയൊരുക്കാൻ നമുക്ക് സാധിക്കുകയാണ്. അപ്പൊ ആശുപത്രിയുടെ വികസനം ആദ്യത്തെ ഗവൺമെന്റിന്റെ കാലത്താണ് ഫണ്ട് അനുവദിക്കുന്നത് കിഫ്ബി വഴി. 2ാം ഗവൺമെന്റിന്റെ കാലത്താണ് നിർമ്മാണം ആരംഭിക്കുകയും അതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ 5ാമത്തെ വർഷമാകുമ്പോൾ നമുക്ക് നാടിന് തുറന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം. ചെറിയ കെട്ടിടമല്ലല്ലോ. 7 നിലയെന്ന് പറയുമ്പോൾ ഏതാണ്ട് 40 മീറ്റർ താഴേന്ന് പൈല് കയറണം. ഏതാണ്ട് 260ഓളം പൈലുകൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ചില ആളുകൾ ചോദിക്കും എന്താ പെട്ടെന്ന് ചെയ്യാൻ എന്നുള്ള നിലയിലേക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ കെട്ടിടം നിർമ്മിച്ചു വരുന്നതിനകത്ത് ഒരുപാട് ഇതുണ്ടല്ലോ. കാരണം ഈ ഗവൺമെന്റിന്റെ ആദ്യത്തെ വർഷത്തിന് ശേഷമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു കിടക്കയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഒറ്റ കെട്ടിടത്തിലേക്ക്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല ഇടങ്ങളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെയല്ല, കാഷ്വാലിറ്റി, OP, ഡോക്ടർമാരുടെ റൂമുകള്, ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പ്രത്യേകമായ പ്രസവമുറി ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം നന്നായി നല്ല ക്രമീകരണത്തോടെ ഒറ്റ കുടക്കീഴിൽ ഇതെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇപ്പോ നേരത്തെ അവിടെ പേവാർഡ് ഉണ്ടായിരുന്നു. ഏതാണ്ട് 60 വർഷത്തോളം കാലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത്. പേവാർഡ് നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചു. 5 കോടി രൂപ അതിന് KHRWS പ്രത്യേകമായ
ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ പുതിയ പേവാട് കൂടി വരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കിടത്തി ചികിത്സയ്ക്കും മറ്റ് സംവിധാനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി വരികയാണ്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഞാൻ കാണുന്നത്, ഈ സമയത്ത് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കതിനൊരു 3 വർഷം മുമ്പ് ഒരു നേഴ്സിംഗ് കോളേജ് ലെപ്രസി സാനിറ്റോറിയത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും എന്തിനാ നേഴ്സിംഗ് കോളേജ് എന്നുള്ള നിലയിലേക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല ദീർഘവീക്ഷണത്തോടെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടത്. നേഴ്സിംഗ് കോളേജിന്റെ ഭാഗമായി നിൽക്കുന്ന, നേഴ്സിംഗ് കോളേജ് തുടങ്ങുമ്പോൾ പറയുന്നത് ഒരു മദർ ഹോസ്പിറ്റൽ നേഴ്സിംഗ് കോളേജിന് ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു 250 ബെഡിന് മേളിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണമെന്നാണ്. അപ്പം ഞാൻ മദർ ഹോസ്പിറ്റലായിട്ട് അന്ന് പറഞ്ഞത് മാവേലിക്കര ജില്ലാ ആശുപത്രിയാണ്. അപ്പോൾ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ 1 വർഷം കഴിയുമ്പോഴേ നഴ്സുമാർ അവരുടെ സേവനം ആരംഭിക്കുകയാണ്. അങ്ങനെയാണല്ലോ, പഠനം കഴിഞ്ഞ് പിന്നെ നേരിട്ട് പോയി ഓരോരുത്തരെയും കാണുകയും അവരുടെ ആവശ്യമായ ക്രമീകരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം. അങ്ങനെയാണല്ലോ, അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ നേഴ്സുമാരുടെ എല്ലാ സേവനവും ലഭിക്കാൻ പോകുന്നത് മാവേലിക്കര ആശുപത്രിയിലാണ്. അപ്പോ മാവേലിക്കര ആശുപത്രിയിലേക്ക് വരുന്നത് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ നേഴ്സുമാരെ കൂടാതെ, അവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ കൂടാതെ ഇവിടുന്നുള്ള നേഴ്സുമാർക്ക് കൂടി അവിടെ സേവനം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ഒരുപാട് ഗുണകരമായ മാറ്റമല്ലേ ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ 5 വർഷം ആകുമ്പോൾ ഏതാണ്ട് 300 നേഴ്സുമാരുണ്ട്. ഇപ്പൊ 150 നേഴ്സുമാരുണ്ട്. 300 നേഴ്സുമാരുണ്ടാവും. ഈ 300 നേഴ്സുമാരുടെ സേവനം നമുക്ക് അവിടെ ലഭിക്കുകയാണെന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. എൻ്റെ കൂടെ ഒരു വനിതയായിരുന്നാണല്ലോ എന്നെ ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ഒരു വനിതകൾ ഈ രാത്രി വന്നാൽ അവിടെ പോയി നിൽക്കും. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് ചില ആളുകളുണ്ടല്ലോ, ഇത് എപ്പോഴും നമ്മൾ വിമർശിക്കണം എന്നുള്ള ചിന്തയും കൊണ്ട് നടക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതിന് പോസിറ്റീവ് ആയിട്ടാണ്. പക്ഷെ അങ്ങനെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ വരുമ്പോൾ രാത്രിയിലോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇവിടെ ജോലിക്ക് വരുന്നവർക്കോ അവർക്കൊക്കെ ഒരു നിൽക്കണമെന്നൊരു സാഹചര്യം ഉണ്ടാകും. രാത്രി പോകാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ പ്രയോജനപ്പെടുത്താം. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഇപ്പോ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ആ ഹോസ്റ്റൽ ഉപയോഗപ്പെടുത്താം. 12 കോടി രൂപയാണ് അങ്ങനെ നമുക്ക് കിട്ടി. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു കണക്ഷൻ ആയിട്ടാണ്. ഇപ്പം ലെപ്രസി സാനിറ്റോറിയത്തെ കുറിച്ച് പലപ്പോഴും ചോദിക്കാറുണ്ട്. അവിടെ പൊതുജനങ്ങൾക്ക് മറ്റ് ഇതിലേക്കൊന്നും ചികിത്സ ലഭിക്കുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ലെപ്രസിക്ക് വേണ്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണത്. അതിന്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ്. അത് പൊതുജനങ്ങൾക്ക് ഉള്ളതല്ല. പക്ഷെ ഇപ്പോ രോഗികളുടെ എണ്ണം കുറഞ്ഞു. ആ കുറഞ്ഞതിന്റെ ഭാഗമായി നമ്മൾ ഇനി മറ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മറ്റു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ഡയാലിസിസ് സെന്റർ അവിടെ ആരംഭിക്കാനായി MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റുന്നതിന് ആവശ്യമായ ക്രമീകരണം നിയമസഭയിൽ തന്നെ ഒരുങ്ങുന്നു. അങ്ങനെ ഞാനതിന്റെ സബ്മിഷൻ അവതരിപ്പിച്ചു. ആരോഗ്യമന്ത്രി അതിന് അനുകൂലമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് മാവേലിക്കര ജില്ലാ ആശുപത്രിയെയും ഇതിനെയും കൂടി കണക്ട് ചെയ്ത് രണ്ട് ക്യാമ്പസ് ആണെങ്കിലും രണ്ടും ഒന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇപ്പൊ മനസ്സിൽ ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായും മാവേലിക്കര ജില്ലാ ആശുപത്രി മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ചുനക്കരയിലെ CHSC സെന്റർ, താമരക്കുളത്തെ എനിക്ക് തോന്നുന്നത് താമരക്കുളത്തെ ആണല്ലോ, താമരക്കുളത്തെ PHSC സെന്ററില്ല, അത് 10 വർഷം മുമ്പേ ആയിരുന്നു PHSC സെന്റർ എന്ന് പറയുന്നത്. ഇപ്പം ഫാമിലി ഹെൽത്ത് സെന്റർ, വൈകുന്നേരം വരെ ഡോക്ടർമാരുണ്ടാകുന്ന കേന്ദ്രമായി. അപ്പൊ അങ്ങനെ വരുമ്പോ താമരക്കുളത്തെ FHSC സെന്ററിന് നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ചിലവഴിക്കാം, MLA ഫണ്ടിൽ നിന്ന് ചിലവഴിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ പഞ്ചായത്തിലും 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ എല്ലാം ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകമായി ഫണ്ട് കൊടുക്കാനും ആ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെതായ മാറ്റം അവിടെ എല്ലാം രൂപപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് അതിനകത്ത് വലിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, നേരത്തെ ഒരു 400 പേരൊക്കെ ഉള്ളായിരുന്നു ഈ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുന്നത്. വൈകുന്നേരം ഒരു 40 പേരിൽ താഴെയാണ്. ഒരു 10 വർഷം മുമ്പത്തെ കണക്കാണ്. എന്നാൽ നമ്മുടെ ഗവൺമെന്റ് കൃത്യമായി ആരോഗ്യ മേഖല ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1800 OP രാവിലെ ഉണ്ടാകുന്നത്. വൈകുന്നേരം ഒരു 400 OP ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 2000-ലധികം OP ഒരു ദിവസം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഗവൺമെന്റ് ആശുപത്രി അത്രത്തോളം വിശ്വാസമുണ്ട്. അവിടെ വന്നാൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ചില ആളുകൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റോഡിൽ കൂടെ യാത്ര ചെയ്യാണ്. 2 വർഷം മുമ്പേ ആ റോഡിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ ഈ എൻ്റെ കൂടെ ഇരുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഈ റോഡൊന്നും നന്നാക്കി കിട്ടിയിരുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ ആ റോഡിൽ കൂടെ പോയത് BMBC റോഡിലൂടെ പോയത്. BMBC റോഡിൽ കൂടെ പോയപ്പോൾ ഇത് ഇത്തിരി കൂടി വീതി കൂട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് ആ ചിന്ത വന്നത്. അപ്പം
ആശുപത്രിയുടെ ഈ വികസനം വരുന്നതോടുകൂടി ചിന്തകൾ മാറുകയാണ്. അതെ. നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനത്തിലാണ് അത്രത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഈ ആശുപത്രിയുടെ പുതിയ കെട്ടിടമൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ ആള് കൂടുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ ചികിത്സ വേണം എന്നുള്ള നിലയിലേക്ക്, പുതിയ പുതിയ കാര്യങ്ങൾ വേണം എന്നുള്ള നിലയിലേക്ക് ആവശ്യപ്പെടുക. അതാണ് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ഓരോ സമയം കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കെട്ടിടം പൂർണ്ണ സജ്ജമാകുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. പിന്നെ സാധാരണക്കാരനെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി മാറും. ഇപ്പൊ തന്നെ 13 കോടിയോളം ആളുകളാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയെ ആശ്രയിക്കുന്നതെന്ന് മന്ത്രി തന്നെ ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പറഞ്ഞു. അപ്പം സാധാരണക്കാരന്റെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായി നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ മാറുക എന്നുള്ളതാണ്. ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ആരും വരരുതെന്നുള്ള നിലയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം രോഗമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ആരും പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നാടിന്റെ സാധാരണ മനുഷ്യന്റെ ഒരു പ്രയാസത്തിനും പ്രശ്നത്തിനും ഒക്കെ ഒരു കരുതലായി ഗവൺമെന്റ് ആശുപത്രി ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലെ വൈതരണികളെ നേരിടുവാൻ കല്ലിമേൽ ഭാഗവും അച്ഛൻ കോവിലാറും കുടുംബവും സാറിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അത് ഒരു വല്ലാത്ത ചോദ്യമാണ്. സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല. പിന്നെ പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമസഭയിലെ ഒരു ചർച്ചയ്ക്കകത്താണ് എങ്ങനെയാണ് ഇടതുപക്ഷം പട്ടികജാതി വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം അതിനകത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ പ്രയാസം നിറഞ്ഞായിരുന്നു. ഇപ്പം ആ പ്രയാസം അങ്ങനെയില്ല, കാരണം മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് കുടുംബത്തിനകത്ത് അല്ലെ അച്ഛനും അമ്മയും വ്യത്യസ്ത രീതിയിൽ ഒന്നിക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും അന്ന് അതൊക്കെ വലിയ കാര്യങ്ങളായിരുന്നു. ഇന്നത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അച്ഛൻ കൂലിപ്പണിക്കാരനായതുകൊണ്ടും അച്ഛൻ മരണപ്പെട്ടു പോയതുകൊണ്ടും നമ്മളും അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കൊച്ചു മാടക്കടയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നതാണ് വീട് ആ നിലയിലുണ്ടായിരുന്നില്ല, ഓലപ്പരയായിരുന്നു. പക്ഷെ ഓലപ്പര എന്നൊക്കെ കേൾക്കുന്ന കഴിയുമ്പോൾ ഇപ്പം ചില ആളുകൾക്ക് അങ്ങനെയാണോ എന്നൊക്കെ ചോദ്യമുണ്ട്. ഓലപ്പരയാണ്. ചിലപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ വീടിനകത്തേക്ക് വീഴുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ അതിശയോക്തിയായിരിക്കും ഇതൊക്കെ. അപ്പൊ അത്രത്തോളം വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ ജീവിതം നമ്മൾ ഇറങ്ങി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വീടിന് തൊട്ട് പുറകിലായിട്ട് കാണുന്നത് കല്ലിമേൽ കല്ലുവളയം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയാണ്. പലപ്പോഴും അവിടെ ഈ മരണപ്പെട്ട് വരുമ്പോൾ കുഴി വെട്ടണമെന്നുണ്ടാകും. അപ്പോൾ ചിറ്റപ്പന്മാരൊക്കെ അതിന് പോകുന്നുള്ള സമയത്ത് അവിടെ നിന്ന് വിളിക്കുന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ പോകേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. കാരണം കാശുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ. ആ നിലയിൽ നമ്മൾ അതിന്റെ ഭാഗമായി. പിന്നെ അച്ചൻകോവിലാറുണ്ടായിരുന്നു. അവിടെ ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് മീൻ പിടിക്കാൻ, അല്ലെ അതല്ലാതുള്ളത് മീൻ പിടിച്ചൊക്കെ ജീവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ അതല്ല, പിന്നെ കിണർ വെട്ട്, കല്ല് വെട്ട്, അതോടൊപ്പം തന്നെ ചാണകം ചുമ്മാൻ പോവുക, അങ്ങനെ പ്ലംബിങ്, വയറിങ്, അങ്ങനെ എനിക്ക് ഏതൊക്കെ മേഖലയിൽ കൂടെ പോകാൻ കഴിയുമോ അന്നത്തെ നമ്മുടെ ചിന്ത വയറ് നിറയണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യങ്ങളും ഇല്ല. വയറ് നിറയണം, വീട്ടിൽ പ്രയാസമൊന്നും ഉണ്ടാകരുത്, അമ്മയ്ക്ക് ഒരു കൈത്താങ്ങായി നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്ന സമയത്ത് അതിനെയൊക്കെ മറികടക്കാൻ ആ സമയത്ത് പറ്റി. അത് ജീവിക്കണമെന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ നിലയിൽ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ചത് കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ ഒരു തലമുറയെ കണ്ടിട്ടില്ലേ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഉടനെ ജീവിതം തന്നെ വേണ്ട എന്നുള്ള നിലയിലേക്ക് നൽകുക. പക്ഷെ അപ്പൊ ഞാനൊക്കെ എന്റെ ജീവിതത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കിയിട്ട് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. നമുക്ക് അതിനെ മറികടക്കണമെന്നുള്ളതാണ് തോന്നലുണ്ടാകുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ നന്നായി ജീവിക്കാം എന്നുള്ളതിനേക്കാൾ. പിന്നെ ഒരു കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തന അതായത് കോളേജ് എല്ലാം വന്നു കഴിഞ്ഞാൽ SFI പ്രവർത്തനത്തിലേക്ക് വന്നു. പിന്നെ ഒരു വലിയ സൗഹൃദ വലയങ്ങളുണ്ടായി. ഇതിന്റെ ഭാഗമായി പാർട്ടി ഓഫീസുകളിലേക്ക് വന്നു. പാർട്ടി ഓഫീസ് നമ്മളെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഭാഗമായി അങ്ങ് മാറി. അതിനകത്തുനിന്നും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മളെ പൊന്നുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ പാർട്ടി നേതൃത്വം എപ്പോഴും നിന്നിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി പാർട്ടി
എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ കൂടെ ഒരു വലിയ സംവിധാനം ഉണ്ടല്ലോ, പാർട്ടി എന്ന് പറയുന്ന വലിയ സംവിധാനം. നമ്മൾ എന്തിനെ പേടിക്കണം? പാർട്ടിയെ മാത്രം പേടിച്ചാൽ പോരെ, മറ്റാരെയും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു, ഇതിൽ കൂടുതലൊന്നും അനുഭവിക്കാനില്ല. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തിനെ നേരിടുക? നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടെ വെള്ളം വന്ന അതിന് മേളിൽ തോണി കയറ്റുന്നത് മാത്രമാണ് നമ്മുടെ ചിന്ത, അല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല. ജീവിതം അച്ഛൻ നഷ്ടപ്പെട്ടതൊക്കെ നമുക്കൊരു വലിയ, പിന്നെ അമ്മ കരുത്തോടെ വളർത്തി. അതെ, കാരണം അമ്മയ്ക്ക് വേണേൽ വേറൊരു ജീവിതം ആ സമയത്ത് ആലോചിക്കാമായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ മക്കൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മക്കളെ വളർത്താൻ പ്രത്യേകമായ സാഹചര്യം ഒരുക്കി തന്നമ്മ. കൂലിപ്പണിക്ക് പോയി, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് പാത്രം തേച്ച് മഴക്കാൻ പോയി അമ്മ. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങളെ പിന്നീട് കുറച്ച് സമയം വളർത്തി. എനിക്കൊരു സമയമായി, ഇപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. 10ാം ക്ലാസ്സിലേക്കൊക്കെ വന്ന് ഇടയ്ക്ക് ബോർഡിങ്ങിൽ നിന്ന് വരുന്ന സമയത്താണ്, അതിൻ്റെ ഇടയ്ക്ക് ബോർഡിങ്ങിലേക്ക് പോകാനുള്ള അവസരം കിട്ടുകയുണ്ടായി. അപ്പോൾ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു, നീ പഠിക്കാൻ പോകണ്ട, കൊച്ചിനെ പഠിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് പറയുന്നത്. കാരണം അച്ഛന് അപ്പോൾ സൗജന്യ വിദ്യാഭ്യാസമാണ്. ഞാനിപ്പോൾ ഇതൊക്കെ ചില ആളുകൾ ഇതൊക്കെ വെച്ച് ഫേസ്ബുക്കിലൊക്കെ ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകളൊക്കെ ഇതുണ്ട്, അന്ന് സൗജന്യ വിദ്യാഭ്യാസം അല്ലേ. സൗജന്യ വിദ്യാഭ്യാസം ആണെങ്കിൽ നമ്മൾ പോകണ്ടേ? പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അച്ഛന് 3 അറ്റാക്ക് വന്ന് വല്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ, ഒട്ടും വയ്യാതിരിക്കുന്ന സാഹചര്യം. അങ്ങനെയാണ് പിന്നെ ഒരു ചെറിയ മാടക്കട എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറുന്നത്. പക്ഷെ ആ സമയത്താണ് അച്ഛൻ ഇങ്ങനൊരു ഇത് പറയുന്നത്, നമുക്ക് പെങ്ങളെ പഠിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക്. പിന്നെ ഇതൊക്കെ അങ്ങ് നടന്നുപോയി. പിന്നെ അത് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതുണ്ടാവും, നമ്മൾ അന്നത്തെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ. പലപ്പോഴും ഞാനതൊന്നും ഓർക്കാറില്ല, ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നേ ഓർക്കാറില്ല. കാരണം അതൊന്നും ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച്, പുതിയ ജീവിതത്തിനനുസരിച്ച് മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ വന്നത്, ഈ ഒരു തട്ട് നമുക്കുണ്ടായിരുന്നു, അപ്പൊ അതിനനുസരിച്ച് ഇടപെടാവൂ, പ്രവർത്തിക്കാവൂ. ഞാൻ ഇപ്പം നേരത്തെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞപ്പം, എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന് കിടക്കുമ്പോൾ ജെംസ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന്, കോടതിയുടെ നേരെ ഓപ്പോസിറ്റ്. അന്ന് ഈ വെളുപ്പാങ്കാലത്ത് അറ്റാക്ക് ഉണ്ടാകുന്നത്. അച്ഛനെയും കൊണ്ട് പോകുമ്പോൾ അച്ഛനിങ്ങനെ മരണപ്പെട്ട പോലെ കിടക്കുക, അനക്കൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഒരു 4000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. എന്നെ കൊണ്ട് സംഭവിച്ച് 4 രൂപ എടുക്കാനില്ലാത്ത 4000 രൂപയുടെ കാര്യം പറഞ്ഞു. അവിടെ നിന്നാണ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പിന്നെ അച്ഛനെ കൊണ്ടുവരുന്നത്. എന്നാൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനെ ഒരു പുളിയുടെ ചോട്ടി കൊണ്ടുവന്ന് അമ്മ ഇരുത്തുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പമാണ്, പക്ഷെ കാശില്ലാതെ അമ്മ ഓടുന്ന ഒരു വല്ലാത്ത സീനുണ്ട്. പലരുടെയും കയ്യിൽ നിന്ന് നമ്മൾ പോയി ചോദിച്ചിട്ടൊക്കെയാണ് പൈസ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ കഴിഞ്ഞുകൊണ്ട് കുറച്ച് നാളും കൂടെ അച്ഛൻ്റെ ജീവൻ കിട്ടി. അതൊരു സർക്കാർ മേഖലയിലെ ഇന്നത്തെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കേന്ദ്രങ്ങളില്ലെങ്കിൽ എന്താണ് സ്ഥിതി? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ സൗജന്യമായി സാധാരണക്കാർക്ക് നല്ല ചികിത്സ കിട്ടാൻ കഴിയുന്ന ഒരു കേന്ദ്രം നന്നായി ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ചിന്തയോടു കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും. ഞാൻ ഏത് ഇടപെടൽ കാര്യങ്ങൾ എടുത്താലും എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കടന്നു. ആ അനുഭവങ്ങളിൽ നിന്ന് എപ്പോഴും സാധാരണക്കാരുടെ മുഖമായിരിക്കും ഓർമ്മ. എൻ്റെ ജീവിതമാണ് ഞാൻ ഇതിൻ്റെ മുന്നിലേക്ക്. ഞാൻ ഒരിക്കലും ഒന്നുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജിൽ അച്ഛനെ കൊണ്ട് കിടക്കുമ്പോൾ അച്ഛനും വയ്യാതായി, അമ്മയ്ക്കും വയ്യാതായി, പെങ്ങൾക്കും വയ്യാതായി. അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഈ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ എന്നെ പട്ടിയിട്ട് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നൊക്കെ നമ്മളെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വൈഫിൻ്റെ അമ്മ, വൈഫിൻ്റെ അച്ഛനില്ലാത്തതിൻ്റെ കുറവെല്ലാം വൈഫിൻ്റെ അച്ഛൻ മാറ്റിയിരുന്നു. കാരണം അത്രത്തോളം സ്നേഹിച്ചിരുന്നു. അമ്മ അതുപോലെ മറ്റൊരാളാണ് എന്നുള്ളത് തോന്നില്ല. സ്നേഹയുടെ ചേച്ചിക്കോ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും ചേർത്ത് പിടിക്കലും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പിന്നെ ഇപ്പോഴും ഇവർ രണ്ടുപേരോ, അവിടുത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും, രണ്ടമ്മമാരും തൊഴിലുറപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചത്. അത് തന്നെ ഇതൊരു താൽക്കാലികമായിട്ടുള്ള സംവിധാനം, എപ്പോൾ വേണേലും നഷ്ടപ്പെടാൻ കഴിയുന്ന. കാരണം പാർട്ടി എപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇതെല്ലാം അവസാനിക്കും. എന്നിട്ട് ഇപ്പം തന്നെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. അത് ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി, നാടിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. യുവ MLA ആയ താങ്കൾ മുഖ്യമന്ത്രിയുമായി ഒരു ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നു എന്നറിയാം. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ മടിയിൽ
മകൾ പീലിയിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു ബന്ധം മുഖ്യമന്ത്രിയുമായിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. മുഖ്യമന്ത്രിയായിട്ട് എല്ലാവർക്കും നല്ല ബന്ധം ഉണ്ടാവും. നമ്മൾ ഈ മുഖ്യമന്ത്രിയെ ചില ആളുകൾ ഇങ്ങനെ മറ്റൊരു മുഖത്തെ കൊണ്ടാണ് എപ്പോഴും പ്രദർശിപ്പിക്കുന്നത്. എന്തോ പ്രശ്നക്കാരനാണ്, എന്താ വല്ലാത്ത പ്രയാസം പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത് മകളെ ഒന്ന് എഴുതിപ്പിക്കണമെന്നുള്ളതാണ്. അദ്ദേഹം മകളെ കൈപിടിച്ച് എഴുതിപ്പിച്ചത് അമ്മ എന്നാണ്. അപ്പം ഏറ്റവും സൗഹൃദം, കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലാത്ത അടുപ്പമാണ്. നമ്മൾ ഈ കാണുന്ന പോലൊന്നും അല്ല. പിന്നെ അത് കുറെ ആളുകൾ അവർക്ക് രാഷ്ട്രീയ വിരോധം കൊണ്ടുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അതിനെ, പിന്നെ രാഷ്ട്രീയമാണല്ലോ, എന്തും പറയാമല്ലോ, അതേക്കുറിച്ച് എന്തും പറയാം. കഴിഞ്ഞ ദിവസം ഞാനിപ്പം നടക്കുന്ന എക്സൽ 6 2011 അതെടുക്കുമ്പോൾ അതിൻ്റെ വില ഏതാണ്ട് 11 ലക്ഷത്തോളമാണ്. 10 ലക്ഷം രൂപ നമുക്ക് നിയമസഭയിൽ നിന്ന് ലോൺ കിട്ടും. അപ്പോൾ അതിൻ്റെ 10 ലക്ഷം ഇപ്പോൾ അടച്ചു തീർത്തു. നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ, EMI ഇട്ടൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കും. ഇതിന് പലിശ കൊടുക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ, അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. 1 ലക്ഷം രൂപ കടം മേടിച്ചാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ആ എക്സൽ 6 25 ലക്ഷത്തിന്റെ ആണെന്ന് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ചില ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഞാൻ നടക്കുന്നത് എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്കൊരു ഗൂഗിളോ മറ്റു സംവിധാനം എന്തെല്ലാം ഉണ്ട് ഇപ്പോൾ, എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. അദ്ദേഹം അത് തന്നെ നല്ല ഓപ്പണായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം, പരിശോധിക്കാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇങ്ങനെ മോശപ്പെടുത്തി ചിത്രീകരിക്കണമെന്ന് കുറെ ആളുകൾ അന്ന് വെച്ചിറങ്ങിയതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളിലെല്ലാം എൻ്റെ കുഞ്ഞിനോട് നല്ല സ്നേഹം. എനിക്ക് ഭയങ്കര, നമ്മൾ ഇങ്ങനെ അധികം ഈ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കേട്ടോ. അപ്പോൾ കുഞ്ഞ് കേരളീയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ചെല്ലുന്നുണ്ട്. പിണറായി അപ്പൂപ്പൻ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഭയങ്കര താല്പര്യമൊക്കെയാണ്. അപ്പോൾ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ കയറി മടിയിലൊക്കെ ഞാൻ ഞെട്ടിക്കുക എന്തെങ്കിലും പറയുമെന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ വരാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം സ്നേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ചില ആളുകൾ അതിനെ മറ്റൊരു തരത്തിലേക്കാണ്. പിന്നെ നമ്മള് ഓരോരുത്തരുടെ മനസ്സിൽ, ഇപ്പം എൻ്റെ ജീവിതത്തെ കുറിച്ച് ഇപ്പോഴല്ലേ കൂടുതൽ അറിയുന്നത്, ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് ഇപ്പോ ഏതാണ്ട് നല്ല പ്രായമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ജീവിത പരിസരവും ഇപ്പോഴത്തെ ജീവിത പരിസരവും തമ്മിൽ രണ്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ നാടിന് തന്നെ ഉണ്ടായിരുന്നു. നാടിന്റെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു, ആ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം വളർന്നു വന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ അങ്ങയോട് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങയുടെ ജീവിത പശ്ചാത്തലം, അങ്ങയുടെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓരോ മനുഷ്യനും അങ്ങനെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ചില ആളുകൾ ചില കാര്യങ്ങൾക്കകത്ത് ലിമിറ്റേഷൻസ് വരുത്തിയിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ വെക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരെ അറിഞ്ഞ് ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അറിഞ്ഞ് ഇടപെടുമ്പോൾ ഒരു പ്രശ്നവും നമുക്ക് തോന്നില്ല. വെറുതെ കയറി ചെന്ന് പ്രയാസം ഉണ്ടാക്കാനായിട്ട് നിൽക്കുമ്പോഴല്ലേ, നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും ഒരു കാര്യത്തിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കുടിവെള്ള പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാവേലിക്കര മണ്ഡലത്തിലെ. അതിനകത്തൊന്ന് വള്ളികുന്നം പ്രദേശത്ത് ആണ് ഏറ്റവും വലിയ പ്രയാസം നേരിടുന്നത്. കാരണം വള്ളികുന്നത്ത് പ്രത്യേകമായ കുടിവെള്ള പദ്ധതിയില്ല. അവിടത്തേക്കുള്ള കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അച്ചൻകോവിലാറ്റിൽ നിന്ന് കുടിവെള്ളം വള്ളികുന്നത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഭാഗമായി, പ്രായിക്കരയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഭാഗമായി. പക്ഷെ അതിനകത്ത് ഒരു പ്രയാസം നേടുന്നത്, ഏതാണ്ട് എൻ്റെ പ്രായമുള്ളൊരു ടാങ്ക് അവിടെ കൊർത്തിയാടി ജംഗ്ഷനിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയം MLA-മാരെ എല്ലാം വിളിച്ച് മുഖ്യമന്ത്രി പ്രത്യേകമായ ഒരു യോഗം ചേരും. എല്ലാ MLA-മാരും, നമ്മുടെ ഓരോ ജില്ലയിലെ MLA-മാരെ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം, കുടിവെള്ള പ്രശ്നമാണ്, എൻ്റെ പ്രായമുണ്ട് എന്നുള്ള നിലയിൽ ഞാനത് അവതരിപ്പിച്ചു. പക്ഷെ മുഖ്യമന്ത്രി 2 തവണ ആ വിഷയം ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, ഇത് MLA-ക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല, പരിഹരിക്കാൻ കഴിയുന്നതല്ല, പ്രത്യേകമായ ഇടപെടലുണ്ടാകും. വാട്ടർ അതോറിറ്റി 25 ലക്ഷം രൂപ റെയിൽവേക്ക് അടച്ചുകൊണ്ട് ആ റെയിൽവേ ബ്രിഡ്ജ്, അതിന് മുകളിൽ കൂടെ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നാണ്. ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തെ അതേ ഗ്രാവിറ്റിയോടെ എടുക്കുകയും അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലുള്ള വലിയ വികസനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിൻ്റെ ആയാലും, പാലങ്ങളുടെ ആയാലും, വിഴിഞ്ഞമായാലും, ദേശീയപാതയായാലും,
അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇച്ഛാശക്തി എന്നുള്ളത് ഒന്നുണ്ടല്ലോ, അത് കൃത്യമായിട്ട്. പിന്നെ അദ്ദേഹം എപ്പോഴും സ്നേഹത്തോടെയാണ് ഇടപെട്ടിട്ടുള്ളത് എല്ലാ കാര്യങ്ങൾക്കകത്തും. ചെന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകന്റെ സ്നേഹം അദ്ദേഹം എപ്പോഴും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് നാട് എങ്ങനെയാ മുന്നോട്ട് പോകാൻ കഴിയുക, ഭാവി, ആ നിലയിലുള്ള ചിന്തകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്, എപ്പോഴും നാടിനെ കുറിച്ചുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പ്രത്യേകമായ ഇടപെടൽ നടന്നിട്ടുള്ളതാണ്. എനിക്കല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ സ്നേഹമുണ്ട്, എപ്പോഴും സ്നേഹമുണ്ട്. കാണുമ്പോഴായാലും ആ സ്നേഹമുണ്ട്. നമുക്കതൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. LDF വരും, എല്ലാം ശരിയാകും, ഉറപ്പാണ് LDF. LDF അല്ലാതെ മറ്റാരുണ്ട്? ഇങ്ങനെ കുറെ ക്യാപ്ഷൻസ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? നമ്മളൊരു 10 വർഷത്തിന് മുമ്പും 10 വർഷത്തിന് ശേഷവും എന്നുള്ളത് തന്നെ എടുക്കുക. ഇപ്പം സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. ഇന്ത്യയിൽ അതിദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ. എന്തുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് ഉണ്ടാകാത്തത്? അതൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. ഇടതുപക്ഷം ആരോടാണ് നീതി പുലർത്തുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങൾ മാറണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ഈ മുദ്രാവാക്യങ്ങളോടെല്ലാം സൂചിപ്പിക്കുന്നത്. ആ മുദ്രാവാക്യം അതുകൊണ്ടാണ് ജനകീയമാകുന്നതും ജനങ്ങൾ ഏറ്റെടുക്കുന്നതും. അപ്പോൾ ആദ്യം തന്നെ LDF വരും, എല്ലാം ശരിയാകും. 10 വർഷം മുമ്പ് പാഠപുസ്തകം കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പൊ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 10 വർഷം മുമ്പ് എങ്ങനെ നുണകളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സൗകര്യങ്ങൾ ചില ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണല്ലോ കനകോലൂറ്റിയും എന്നൊക്കെയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പുസ്തകം കിട്ടിയിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പുസ്തകം കിട്ടുന്നു. നമ്മുടെ സ്കൂൾ അടയ്ക്കുമ്പോഴേ പുസ്തകം വരുന്നുണ്ട്. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം. മറ്റൊരു പ്രശ്നം വീടായിരുന്നു. നേരത്തെ ഒരു നിയമസഭ 2016 നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന സെഷനിൽ അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വീട് കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് 6000-നടുത്ത് വീടുകൾ വെച്ചു 5 വർഷം കൊണ്ട്. നമ്മൾ 10 വർഷം ആകുമ്പോഴത്തേന് 5,323,000 വീടുകൾ പൂർത്തീകരിക്കുക. അപ്പം വീടില്ലാത്ത മനുഷ്യൻ സാധാരണക്കാരനായ മനുഷ്യനാണ്. അവന് വീട് വെക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ വീട് വെക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. ലൈഫ് മിഷൻ. അപ്പൊ ചില ആളുകൾ പറയുന്നു ലൈഫ് മിഷൻ ഞങ്ങൾ വന്നാൽ പിരിച്ചുവിടുമെന്ന് പറയുന്നു. അപ്പം വീടില്ലാത്ത മനുഷ്യന് വീട് കൊടുക്കുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ അവരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങ് ചോദിച്ച പോലെ ഈ മുദ്രാവാക്യം പ്രസിദ്ധമാവുകയല്ലേ ചെയ്യുന്നത്. ഉറപ്പാണ് LDF എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉറപ്പാ? വീട് ഉറപ്പായി, ഭൂമി ഉറപ്പ്. 4,10,000-ലധികം പേർക്ക് ഭൂമി ഇല്ലാത്ത മനുഷ്യൻ, ആ ഭൂമി ഇല്ലാത്ത മനുഷ്യന് ഭൂമി ഉണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യരംഗം 1,600 കോടി രൂപയാണ് ഒരു വർഷം നമ്മുടെ ഗവൺമെന്റ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇന്ത്യ വേറൊരു സംസ്ഥാനത്തും ഇല്ല. നമുക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? ശിശുമരണ നിരക്ക് ഒറ്റ റേറ്റ് എടുത്താൽ മതി. ശിശുമരണ നിരക്ക് അമേരിക്കൻ ഐക്യനാടുകളിൽ 5.6 ആണ്, നമ്മുടേത് 5 ആണ്. അമേരിക്കൻ ഐക്യനാടുകളിലേക്ക്, അതായത് അമേരിക്കയേക്കാൾ, നമുക്ക് അങ്ങനെ വേണേൽ പറയാം, വികസിത രാജ്യമായ അമേരിക്കയേക്കാൾ ശിശുമരണ നിരക്ക് കുറവുള്ള നാടായി കേരളം മാറി. അപ്പം നമ്മൾ ആരോടൊപ്പമാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളം വികസിത രാജ്യങ്ങളുടെ നേട്ടത്തിനൊപ്പം എത്താനോ അല്ലെ അതിനെ കവച്ചു വെക്കാനോ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ് ഓരോ രംഗത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മറ്റാരും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ മൊണോലിസ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, കല്യാണം നടന്നത് ഇവിടെയാണെന്ന്. മൊണോലിസ വൈറലായപ്പോൾ മൊണോലിസ ചോദിച്ച ചോദ്യം എന്താ? ആ മൊണോലിസയോട് ചോദിച്ച ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുമ്പോൾ മൊണോലിസ പറയുന്നത്, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഗ്രാമത്തിൽ സ്കൂളിൽ. അങ്ങനല്ലേ? അങ്ങനെ കേട്ടോ, ഞാൻ കേട്ടോ. അതിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിഫലം ഞാനൊരു സ്കൂൾ പണിയും എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളാണ്, മറ്റ് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. ഇവിടെ ശംഖു എന്ന് പറയാണ്, എനിക്ക് ബിരിയാണി വേണം. എവിടെ? അംഗനവാടി ബിരിയാണി വേണം. ശംഖുവിന് അംഗനവാടി ബിരിയാണി കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് അപ്പോൾ ഇടപെടുന്നു എന്നുള്ള. അപ്പൊ മറ്റാരുണ്ടെന്ന് ചോദിച്ചാൽ ഇതാരും ചെയ്യുന്നില്ല. ഇത് പുറത്ത് നമ്മുടെ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനകത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതിനർത്ഥം. പിന്നെ മറ്റാരും ഇത് ചെയ്യാൻ നമ്മളല്ലാതെ പിന്നെ ആരാണ്? തീർച്ചയായിട്ടും ഇതൊക്കെ സിമ്പിളാണ്. നമ്മൾ ഇങ്ങനെ ഇതിനെ കാണണമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും, ഇപ്പം പ്രകടന പത്രിക 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയോ? ഇങ്ങനെ ചോദ്യം ഉണ്ടല്ലോ.
പാചകവാതകത്തിന്റെ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയമായി നമുക്ക് ഉയർത്താൻ കഴിയുന്ന ചോദ്യങ്ങൾ. നിങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പുതിയൊരു പ്രകടന പത്രിക ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ അതൊന്നും പ്രതിപാദിക്കുന്നില്ല, അങ്ങനെ പ്രതിപാദിക്കുന്നില്ല. ഈ ഒരു ചാനലായതുകൊണ്ട് ഞാൻ അങ്ങനെ. കഴിഞ്ഞ തവണ ക്ഷേമ പെൻഷൻ 6000 കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ 3000ത്തിലേക്ക് കുറഞ്ഞത്? അപ്പം സ്ഥിരമായി ഒരിടത്ത് ഫോക്കസ് ചെയ്ത് പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ആദ്യം 600 കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ 900 കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം ഇലക്ഷൻ സമയത്ത് പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുന്നത് നടപ്പിലാക്കാതിരിക്കാനുള്ള, പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ളതെന്ന് തെളിയിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അത് ഓരോ സെക്ടറിലും. അപ്പോൾ തീർച്ചയായും ഈ മുദ്രാവാക്യം ഒന്ന് LDF വരും, എല്ലാം ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ശരിയായി. അക്കമിട്ട് പറയണമെങ്കിൽ ഈ 2 മണിക്കൂറോ 3 മണിക്കൂറോ പോരാ. അതിനപ്പം ക്ഷേമ പെൻഷൻ 2000 ആയില്ലേ? വനിതകൾക്ക്, വീട്ടമ്മമാർക്ക് അദൃശ്യമായി ചെയ്യുന്ന ജോലി, ആരെങ്കിലും ജോലിയാണെന്ന് അംഗീകരിച്ചിരുന്നോ? ഗവൺമെന്റിന് മനസ്സിലായല്ലോ ആ അദൃശ്യമായി ചെയ്യുന്ന ജോലിക്കും അവരോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടത്. 1000 രൂപയായി. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് 1000 രൂപ. അപ്പൊ ആരോടൊപ്പം നിൽക്കാനാണ്? ഈ നാട്ടിനകത്തെ എല്ലാ മനുഷ്യരോടൊപ്പം നിൽക്കാൻ ഇടതുപക്ഷമുണ്ട്. അപ്പം LDF വരുന്നു, എല്ലാം ശരിയാവുന്നു. രണ്ടാമത് ഉറപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി പോവുകയാണ്. പിന്നെ നമ്മളിതെല്ലാം ഇപ്പൊ റോഡുകൾ, മാവേലിക്കര മണ്ഡലത്തിലെ റോഡുകളിലൂടെ തട്ടാരമ്പലം 12 റോഡിലൂടെ യാത്ര ചെയ്തിട്ടില്ലേ? മനോഹരമല്ലേ? എല്ലാ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകൾക്കും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് BMBC നിലവാരത്തിലേക്ക് എത്തി. ഇപ്പൊ അതിനുശേഷം ഞാൻ ഗ്രാമീണ റോഡുകൾ BMBC നിലവാരത്തിലേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചായത്ത് റോഡുകൾ പോലും നമ്മളെടുത്ത് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നേരത്തെ കുഴികൾ എണ്ണാനായിരുന്നു പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. എത്ര കുഴിയുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്. ഈ പുതിയ കാലത്ത് കള്ളം ആര് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് തെളിയിക്കപ്പെടുക എന്നുള്ളതാണ്. കാരണം പഴയ കാലത്തും പുതിയ കാലത്തും വെച്ച് താരതമ്യം ചെയ്യാം. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 3 പാലങ്ങൾ വന്നു. ചത്തിയറ പാലം, കൽക്കുളത്താൽ പാലം, അതോടൊപ്പം തന്നെ ശാരങ്ങക്കാവ് പാലം, ചക്കുളത്തോടവ് പാലം, വഴുവാടിക്കടവ് പാലം. ഇനി അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ മാവേലിക്കര റെയിൽവേ മേൽപ്പാലമാണ്. 50 കോടി രൂപ അനുവദിച്ചു, സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കിഫ്ബിയിൽ നിന്നാണ് ഇത് വരുന്നത്. ഇതൊക്കെ സാധ്യമാകുന്നത് എങ്ങനെ? LDFന്റെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക മാനേജ്മെന്റ്. ഇപ്പം നമ്മളെ സാമ്പത്തിക മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുക, സാമ്പത്തികം തരാതിരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഉള്ളപ്പോഴും അഴിമതിയില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഈ മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക. നമ്മളെല്ലാവരും ചേർന്നാണ് ആ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മുദ്രാവാക്യങ്ങളെല്ലാം നാടിനോട് ചേർന്ന് പാലിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇപ്പൊ മറ്റാരുണ്ട് LDF അല്ലാതെ മറ്റാരുണ്ട്? LDF അല്ലാതെ എന്ന് ചോദിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ് ചോദിക്കാൻ കഴിയുന്നത്? ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങളെ ചേർത്ത് നിൽക്കുന്ന, പ്രകടന പത്രിക പൂർത്തിയാക്കുന്ന, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് LDF അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഓരോ മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിനോട് നീതി പുലർത്താൻ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ കാര്യം. അതുപോലെ അങ്ങ് പഠിച്ച പോപ്പൈ സ്കൂളിലെ അന്നുണ്ടായിരുന്ന HM ബിജു സാർ പറഞ്ഞത്, അരുണൊരു നല്ല സൗമ്യനും നല്ല പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും സഹപാഠികളെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻനിരയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരാളുമാണ് എന്നാണ്. അപ്പം ഇന്നത്തെ MS അരുൺകുമാറിനെ ഈ ഒരു വിജയത്തിന്റെ പാതയിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്ന ആ നാളുകളായിരുന്നു. തീർച്ചയായും ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതം പോപ്പൈ സ്കൂളിലാണ് ഒരു സമയം കഴിഞ്ഞ്. ആദ്യം CMS LPS കൊല്ലവടമാണ്, അത് കഴിഞ്ഞ് MSS HS തലക്കര ഒരു 4-5 മാസം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സർക്കാർ എന്നുള്ള നിലയിൽ എന്നെ പഠിപ്പിക്കാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടും, ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സർക്കാർ പഠിപ്പിക്കുന്ന സമയമാണ് ബോർഡിങ്ങിലേക്ക്, ബദനി ബോർഡിങ്ങിലേക്ക് നമ്മളെ 5 മുതൽ 10 വരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായി, അത് സുജാസമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ 10 പേർ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം നമ്മുടെ ജീവിതം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സൗമ്യത എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മളെപ്പോഴും ഒരു താണ നിലത്തെ നീരോട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, ഇതൊക്കെ മനസ്സിൽ ഒന്നു മുതലേ ഉള്ള. പിന്നെ നമുക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട്
അപ്പോൾ അതിനനുസരിച്ചല്ലേ നമ്മുടെ കൂടെ ഉള്ളവരും നമ്മളോടൊപ്പം വരണം, അവർക്കും എല്ലാം ഉണ്ടാകണം എന്നുള്ളൊരു മനസ്സ് എപ്പോഴും, അതിപ്പോഴും ഉണ്ട്. നമുക്ക് കൂടുതൽ ആ നിലയിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് പലപ്പോഴും. പ്രയാസങ്ങൾ ആ നിലയിൽ, കാരണം ഇപ്പൊ പറയുന്നത് നമ്മള് അംബാനി അദാനിയൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതേത് സമയം ഇപ്പോഴാണെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിതൊന്നും പുറത്തു പറയാൻ അല്ലേ, എനിക്ക് അതിൻ്റെ ഒന്നും പബ്ലിസിറ്റി താല്പര്യമില്ല. ഇങ്ങനെ ഞാനിത് ചെയ്യുന്നു, ഞാനത് ചെയ്യുന്നു, അതിന് താല്പര്യം ആരും അറിയുന്ന. പക്ഷെ വർത്തമാന കാലത്ത് ഇതെല്ലാം അറിയണമെന്നുള്ളതാണ്. 10 സിനിമാക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇതൊക്കെ വീട് വെച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ വിചാരിച്ചു, ചില ആളുകൾ ഇങ്ങനെ സിനിമാക്കാരെയൊക്കെ വെച്ചുകൊണ്ട് ആരെങ്കിലും സിനിമാക്കാരെ കിട്ടിയാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള നിലയിൽ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതവും അവരുടെ ജീവിതമൊക്കെ ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് പ്രദർശിപ്പിക്കണ്ടല്ലോ എന്നൊരു തോന്നൽ എപ്പോഴും മനസ്സിലുണ്ട്. അതങ്ങനെ തന്നെ പോകട്ടെ എന്നുള്ളതാണ്. ആരും അറിയാതെ ഞങ്ങളുടെ കുറച്ച് വലയത്തിനകത്ത് മാത്രം നിൽക്കുന്ന നിലയിലാണ് പോകുന്നത്. അത് ഇവിടെ ഇപ്പം എന്നെ പഠിപ്പിച്ച എം എസ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു ടീച്ചറുണ്ട്. ടീച്ചർ എൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ച് അടുത്തിരുത്തി, ഇച്ചിരി നേരത്തെ ക്ലാസ്സിൽ ചെല്ലും എന്നുള്ളതുകൊണ്ട് വിളിച്ച് അടുത്തിരുത്തി കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ കഴിയുന്ന അല്ലായിരിക്കാം, പക്ഷെ ഈ ടീച്ചർ ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. എന്നിട്ട് ഇത് വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യും. വീട്ടുകാർ പറയും, ഇങ്ങനൊന്നും നീ അവിടെ പോയി പറയരുത്, നമുക്ക് നാണക്കേടാ എന്നുള്ള നിലയിലേക്ക് അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട്. ഇവിടെ പോപ്പേഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പം ഭക്ഷണം കൊണ്ടുതരുന്ന അധ്യാപകരുണ്ട്. ഭയങ്കര സ്നേഹമായിരുന്നു, അധ്യാപകർക്കെല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ അധ്യാപകർ എല്ലാവരും ചിലപ്പോൾ നമ്മൾ ഇത് പറഞ്ഞിട്ടില്ലേ, അധ്യാപകർ നമ്മൾ സ്പടിയും സിനിമയൊക്കെ ചാക്കോ മാഷിനെ പോലുള്ള അധ്യാപകരൊന്നും അല്ല. ഇവര് സ്നേഹത്തോടെ ചേർത്ത് വിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുന്നവരാ. ഭക്ഷണം കൊണ്ടുതരുന്ന അധ്യാപകരുണ്ടായിരുന്നു പോപ്പേ സ്കൂളിൽ. അപ്പൊ ഇതെല്ലാം ഒരു അനുഭവമാണ്. ഇപ്പം നമ്മള് അതിനുശേഷം ഈ ബിഷമൂർ കോളേജിലേക്ക് ചെല്ലുന്നുണ്ട്. ബിഷമൂർ കോളേജിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരോട് അധ്യാപകർക്കൊരു ചെറിയ നീരസം ഉണ്ടാവും. പക്ഷെ എന്നോട് അങ്ങനെയല്ല, പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളത് ഭയങ്കര കാര്യമായിട്ട് അവരുടെയൊക്കെ ഒരു പെറ്റായിട്ട് അവരെപ്പോഴും നമ്മളെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഓരോരുത്തരോടും നിൽക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. രാഷ്ട്രീയമുണ്ട്, അത് നമ്മുടെ നിലപാടാണ്, നമ്മുടെ ചിന്ത, ആശയം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ബഹുമാനത്തോടെ നിൽക്കാനും ഇടപെടാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാനും നമുക്ക് കഴിയണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും സ്നേഹം കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ നമ്മുടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, BJPയുമായി ബന്ധപ്പെട്ട് എല്ലാവരും തീർന്ന ആളുകളൊന്നുണ്ട്, അനുഭാവങ്ങൾ ഉള്ളവരും ഒക്കെ ഉണ്ടാകും. അപ്പൊ അവരെല്ലാം നമ്മളോട് പൊതുവെ വലിയ സ്നേഹം കാണിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ ഫ്ലെക്സ് വെച്ച് ഭയങ്കര വികസനമാണ് ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നതെന്ന് എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് മത്സരിക്കാൻ നേരത്ത് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയും. അതിന് പാർട്ടി ഒരു പ്രത്യേക കാര്യങ്ങൾ എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പ്രത്യേകമായ പാർട്ടി നിർദ്ദേശമുണ്ട്. അത് ചെയ്തു കൊടുക്കണമെന്നുള്ള. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജനങ്ങളെ മാത്രം നോക്കിയാൽ മതി എന്ന് പ്രത്യേകമായി പറഞ്ഞു. അത് അതേപടി പാലിക്കാൻ കഴിയുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി തന്നെ അവിടെ ചെയ്യണമെന്ന് പ്രത്യേകമായ ഇതും തന്നിട്ടുണ്ട്. അപ്പം പാർട്ടി എന്നുള്ള നിലയിൽ പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വലിയ പിന്തുണ നൽകുന്നത് കൊണ്ടുകൂടിയാണ് നമുക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. ആ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ പോപ്പേ സ്കൂളിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടുതൽ ജീവിതവും സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ ഓരോ അധ്യാപകരും നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പേര് ഞാൻ ആരുടെയും പറയാത്തത് വേറൊന്നുമില്ല. ഏതെങ്കിലും ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അധ്യാപകൻ അത് വിഷമമാകുമോ എന്നുള്ളതുകൊണ്ടാണ് പേര് പറയാത്തത്. ഒരുപാട് അധ്യാപകരുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ ഇപ്പം പോപ്പേഴ്സിലായാല്, MSSലായാല്, CMS സ്കൂളിലായാല്, അതോടൊപ്പം തന്നെ നമ്മുടെ ബിഷമൂർ കോളേജിലായാലും എല്ലാ അധ്യാപകരും, ചില അടിച്ച അധ്യാപകരൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് അടിച്ച്. ആ അടിച്ച അധ്യാപകർക്ക് പോലും ഭയങ്കര സ്നേഹമാണ്. അവരെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. നേരത്തെ അങ്ങനെയല്ല, അടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ അധ്യാപകരോട് പോലും നമുക്ക് സ്നേഹമേ തോന്നിയിട്ടുള്ളൂ. അന്നേ ഉള്ളൂ, ഇപ്പോഴും അതേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങൾ ഇതെല്ലാം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പാഠമാണ്. നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ചില ആളുകൾ പാഠപുസ്തകത്തിൽ നിന്ന് ഇരിക്കുന്ന മാത്രം കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹം മുഴുവൻ ഒരു പാഠപുസ്തകമാണ്. അതിനകത്തുനിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അതെല്ലാം ജീവിതത്തിൽ നല്ലത് പകർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
അങ്ങനെ നല്ലത് പകർത്താൻ കഴിയുന്ന ഒരിടമായി എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അധ്യാപകർ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരം. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തൊക്കെ ഇവിടെ വരുമ്പോൾ അധ്യാപകരോട് ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും കാണിക്കുന്നത്. കാരണം അത്രമാത്രം അധ്യാപകർ നമ്മളോടൊപ്പം നിൽക്കുന്നു. പുതിയ കാലഘട്ടത്തിന്റെ അത് മൂല്യം ചോർന്നു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളത് അധ്യാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സാറ് വീണ്ടും നിയമസഭാ സാമാജികനായാൽ നമ്മുടെ മാവേലിക്കര മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഭാവി പദ്ധതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരു 5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൂർണ്ണതയിലേക്ക് കാര്യങ്ങളൊന്നും എത്തിക്കാൻ കഴിയില്ല. സമയമുണ്ടല്ലോ. ഒരു വർക്ക് ഞാനിപ്പോഴാണ് പഠിക്കുന്നത്, ഭരണാനുമതി, ടെക്നിക്കൽ സാങ്കേതികമായ അനുമതി, അത് കഴിഞ്ഞ് ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് വരുമ്പോഴത്തേന് ഒരു നല്ല സമയം നഷ്ടപ്പെടും. ഒരു വർക്ക് ഭരണാനുമതിയിൽ നിന്ന് ടെൻഡറിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ഒരു 6 മാസം 7 മാസം നഷ്ടപ്പെടും. ഓരോ വർഷമാണല്ലോ നമുക്ക് ചില പദ്ധതികൾക്ക് പണം കിട്ടുന്നത്. അപ്പൊ അതിൻ്റെതായ താമസം ഓരോ പദ്ധതിക്ക്. അപ്പം പൂർത്തീകരിക്കാൻ ഇനി അനേകം പദ്ധതികളുണ്ട്. പൂർത്തീകരിച്ച പദ്ധതികൾ ഏറെയാണ്. അപ്പോൾ ഇനിയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വയ്യാങ്കരച്ചിറ ടൂറിസം അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് നമുക്ക് ഇനി ഉണ്ടാകണം. കാരണം ഇപ്പൊ അവിടെ 15 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. അറിയാമല്ലോ, ആ ഭാഗം അറിയാലോ. നേരത്തെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മാവേലിക്കരയിലേക്ക് വരുന്ന ഒരു ഇടമായി ആ ടൂറിസം പദ്ധതി മാറി. അതുകൊണ്ട് എന്താ, നാടിനകത്ത് കുറച്ചു പേരുണ്ട് അതിന്റെ മുകളിൽ കച്ചവടം ചെയ്യാൻ കഴിയുന്നത്. അവരുടെ ജീവിതത്തിലും ചെറിയൊരു മാറ്റം വന്നു. ആ പ്രദേശത്തിനൊരു മാറ്റം ഉണ്ടായി. ഇങ്ങനെ ആള് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് കച്ചവടമൊക്കെ നടക്കുന്നത്. അത് നമ്മുടെ നാടിന് ഗുണകരമാണ്. അപ്പൊ ടൂറിസം രംഗത്തൊരു വലിയ ഇടപെടൽ നടത്താൻ നമുക്ക് സാധിക്കും. അച്ചൻകോവിലാറിന്റെ ഒരു ഭാഗം നമ്മുടെ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം നൂറനാട് ഭാഗത്തുനിന്ന് ഐരാണിക്കുടിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ കണ്ടിയൂര് ഭാഗം വരെ ഉള്ള പ്രദേശം നമ്മുടെ മണ്ഡലത്തിലൂടെയാണ് അച്ചൻകോവിലാർ കാണുന്നത്. അച്ചൻകോവിലാറിനെ ഒരു നല്ല ടൂറിസം കേന്ദ്രമാക്കി നമുക്ക് മാറ്റിയെടുക്കാനുള്ളത്. അതിനോടൊപ്പമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിൽക്കുന്നത്, കണ്ടിയൂർ ക്ഷേത്രം നിൽക്കുന്നത്, ബുദ്ധ സംസ്കാരത്തിന്റെ ഇതെല്ലാം കാണാം, ബുദ്ധ പ്രതിമ, ബുദ്ധ ജംഗ്ഷൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം മാവേലിക്കരയുടെ ഭാഗമായി നിൽക്കുന്ന പ്രദേശം. മണ്ഡപത്തിൻ കടവ്, അവിടെ നിങ്ങോട്ട് ചെന്നാൽ വയ്യാങ്കരച്ചിറയുണ്ട്, കരിങ്ങാലിച്ചാൽ പുഞ്ചയുണ്ട്, നമ്മുടെ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, പുതിയ പള്ളിയുണ്ട്. അങ്ങനെ നിരവധിയായ ഇപ്പൊ ആദിക്കാട്ടുകുളങ്ങര, മക്കാം അല്ലെ, നെട്ടുംപുറം മക്കാം, ഇതൊക്കെ നമുക്ക് തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഡച്ച് പടയാളികളുടെ പ്രതിമയുള്ള കൽവിളക്കുള്ളതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ടൂറിസം, തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി ഇതിനെല്ലാം മാറ്റാൻ കഴിയുന്നതാണ് ഒന്ന്. പിന്നെ നമുക്ക് ഒരുപാട് സാംസ്കാരിക നായന്മാരുണ്ട്. പാങ്ങ് തോപ്പിൽ ഫാസിയായ അറിയാലോ, ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ലപ്രസി സാനിറ്റോറിയം, ഇതിനെല്ലാം. പിന്നെ വയലുകൾ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ എന്താ പുഞ്ചകൾ 2 ഉണ്ടല്ലോ, കരിങ്ങാലിച്ചാൽ പുഞ്ചയും മറ്റുള്ള പുഞ്ചകളും എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു വലിയ ടൂറിസം, എന്താ ഫാം ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പൊ ടൂറിസത്തെ പ്രത്യേകമായി ഒന്ന് പിടിച്ചാൽ കുറെ പേർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം, ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പൊ നഴ്സിംഗ് കോളേജ് വന്നതോടുകൂടി കുറെ പേർക്ക് ജോലി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഇനിയും യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. ഇപ്പൊ ചെറിയ ചെറിയ IT പാർക്ക് പോലെയുള്ള സംവിധാനങ്ങൾ, വ്യവസായ പാർക്ക് പോലെ 2 വ്യവസായ പാർക്കുണ്ട്. അതിന്റെ ഒരു വിപുലീകരണം ഇങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മാവേലിക്കര ഒരു ബൈപ്പാസ് അത് കല്ലുമല ബൈപ്പാസും പുതിയാവ് ബൈപ്പാസും. കാരണം അവിടുത്തെ ഒരു കൺജക്ഷൻ മാറാൻ. പിന്നെ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു സ്റ്റേ നൽകിയത് കൊണ്ടാണ് മിച്ചൽ ജംഗ്ഷൻ വികസനത്തിന് നമുക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകാം. ഇപ്പൊ അതിന്റെ കേസെല്ലാം കഴിഞ്ഞു, കോടതി വിധി വന്നു. പിന്നെ വേഗത്തിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയും. അപ്പൊ അത് പൂർത്തീകരിക്കാൻ കഴിയും. റെയിൽവേ മേൽപ്പാലം 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നത്തിന് ചെറിയ പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. അത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു NOC നമുക്ക് വേണ്ടത്. ആ NOC ഇതുവരെ നമുക്ക് കിട്ടിയില്ല. അതുകൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നം കുടിവെള്ള പ്രശ്നം തന്നെ നമ്മൾ പരിഹരിക്കും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഏതാണ്ട് പൂർത്തീകരണത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്കിനി ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ബാക്കി അടുത്ത ടൈമിൽ നമുക്കത് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്, ഭാവിയിൽ അത് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പൊ ഈ എല്ലാ മേഖലയും സ്പർശിക്കുക എന്നുള്ളതാണ്.
ജാലകം ടിവിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മാവേലിക്കര മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ MLA ശ്രീ MS അരുൺകുമാർ സാറിന് ജാലകം ടിവിയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ നാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്ന നിലയിലേക്കാണ് ജാലകം TV പ്രവർത്തിക്കുന്നത്. തീർച്ചയായും നാടിനെ അടുത്തറിയാൻ, നാടിനെ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളുടെ കൂടെയുള്ള സംസാരം ഉണ്ടാകുമ്പോൾ, ചർച്ചകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്താനും ഈ എൻ്റെ മണ്ഡലം എന്ന പരിപാടിയിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിന് വഴിയൊരുക്കിയ ജാലകം TVയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. ജാലകം TVയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ പദ്ധതിയും പരിപാടിയും എല്ലാം വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എപ്പിസോഡായി എൻ്റെ മണ്ഡലം പരിപാടി മാറുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവിധമായ ഭാവുകങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുക.